ദശകം 17 6-ാമത്തെ ശ്ലോകമാണ് ഇന്ന് വായിച്ച് അർത്ഥം പറയുന്നത്. അപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ അച്ഛനെ പോയി ആ നാരദ മഹർഷി ധ്രുവൻ തപസ്സിന് പോയത് നാരദ മഹർഷി പോയി അച്ഛനെ സാന്ത്വനപ്പെടുത്തി. അപ്പോൾ ആ ബാലൻ ധ്രുവൻ 5 മാസം കഠിന തപസ് ചെയ്തു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത്. ഈ ശ്ലോകം വായിച്ച് അർത്ഥം പറയാം. താവത്തപോബല നിരുച്ഛസിതേ നിഗന്ധേ ദേവാർത്ഥിതസ്ത്വമുദയത് കരുണാർദ്രചേതാഃ ത്വദ്രൂപഛിദ്രസനിലീനമതേ പുരുസ്താദാവിർബഭൂവിത വിഭോ ഗരുഡാധിരൂഢഃ. താവത് തപോബല നിരുച്ഛതേ നിരുച്ഛസിതേ നിഗന്ധേ. ആ ധ്രുവൻ്റെ തപസ്സിൻ്റെ ആ ബലം കൊണ്ട് ദേവന്മാർക്കെല്ലാം ശ്വാസം മുട്ട് അനുഭവിച്ചു എന്നാണ്. ശ്വാസം മുട്ടി എന്നുവെച്ചാൽ അത്രയും കഠിനമായ ഒരു കൊച്ചുകുട്ടി അത്രയും കഠിനമായ തപസ് ചെയ്തപ്പോൾ ദേവന്മാർക്കെല്ലാം ശ്വാസം മുട്ടി എന്നാണ് പറയുന്നത്. താവത് തപോബല ധ്രുവൻ്റെ തപസ്സിൻ്റെ നിരുച്ഛസിതേ ആ ബലം കൊണ്ട് ശ്വാസം മുട്ടിയപ്പോൾ ഉച്ഛസിതേ എന്നാണ് ശ്വാസം മുട്ടിയപ്പോൾ ദിഗന്ധേ ആ 3 ലോകത്തിലുള്ള ദേവാർത്ഥിതസ്ത്വമുദയ ദേവന്മാർക്കും ശ്വാസം മുട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ശ്വാസം മുട്ട് അനുഭവപ്പെട്ടു. കരുണാർദ്ര ചെയ്താഹ. അപ്പോൾ ആ ഭഗവാന്റെ മനസ്സിൽ കരുണ തോന്നിയിട്ട് കരുണാദ്ര ചെയ്തഹ കരുണ തോന്നിയിട്ട് ത്വദ്രൂപ ഛിദ്രസ നിലീനമതേ ത്വദ്രൂപം തിരുവടിയുടെ ആ രൂപം അങ്ങനെ മനസ്സിൽ ലയിച്ചാണ് ആ ധ്രുവൻ തപസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ രൂപം ഛിദ്രസ നിലീനമദേഹ എന്ന് വെച്ചാൽ ആ രൂപം പെട്ടെന്ന് ആ മനസ്സിൽ നിന്നങ്ങ് മാറി. അങ്ങനെ അങ്ങനെ ആ ധ്രുവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മുൻപിൽ ദാവിർബഭൂവിത വിഭോ വിഭോ എന്ന് വെച്ചാൽ ഭഗവാനെ അങ്ങ് ദാവിർ ബഭൂവിത എന്ന് വെച്ചാൽ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പുരസ്താ മുൻപിൽ ആവിർ ബഭൂവിത മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ മനസ്സിൽ ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ മനസ്സിൽ ഭഗവാന്റെ രൂപം മാത്രം ഇങ്ങനെ ഉണ്ടായിരുന്ന ആ രൂപം പെട്ടെന്നങ്ങ് മനസ്സിൽ നിന്ന് മാറിയപ്പോൾ ആ ധ്രുവൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കി. ആ രൂപം എവിടെ പോയെന്നുള്ള രീതിയിൽ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്? ഗരുഡാധിരൂഢ. ആ ഗരുഡൻ്റെ പുറത്തിരുന്ന് ആ ധ്രുവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. താവത് തപോബല ആ ധ്രുവൻ്റെ തപസ്സിൻ്റെ ബലം കൊണ്ട് നിരുച്ഛസിതേ നിഗന്ധേ ശ്വാസം മുട്ടിയപ്പോൾ ദിഗന്ധേ 3 ലോകത്തിലുമുള്ള ദേവാർത്ഥിതസ്ത്വമുദയ ആ ദേവന്മാർക്കും ശ്വാസം മുട്ടി എന്നാണ്. 3 ലോകത്തിലുള്ളവർക്കും ശ്വാസം മുട്ട് അനുഭവപ്പെട്ടു. കരുണാർദ്ര ചേതാഹ ഭഗവാന്റെ മനസ്സിൽ കരുണ തോന്നിയിട്ട് ത്വദ്രൂപ ഛിദ്രസ നിലീനമതേ ആ കുട്ടിയുടെ ആ രൂപം ലയിച്ചു നിൽക്കുന്ന ആ ധ്രുവൻ്റെ മുൻപിൽ എന്ന് വെച്ചാൽ ആ ഭഗവാന്റെ രൂപം മാത്രം ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ധ്രുവൻ്റെ പുരസ്താ മുൻപിൽ ദാവിർ ബഭൂവിത വിഭോ ഭഗവാനെ അങ്ങ് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഗരുഡാധിരൂഢ ഗരുഡൻ്റെ പുറത്തിരുന്ന് ധ്രുവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. താവത് തപോബല നിരുച്ഛസിതേ നിഗന്ധേ ദേവാർത്ഥിതസ്ത്വമുദയത് കരുണാർദ്രചേതാഃ ത്വദ്രൂപ ഛിദ്രസ നിലീനമതേ പുരുസ്താദാവിർബഭൂവിത വിഭോ ഗരുഡാധിരൂഢഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.